ഓം ശാന്തി 3:1:25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിരാകാരനായ ബാബ നിങ്ങൾക്ക് തൻ്റെ മതം നൽകി ആസ്തികരാക്കുന്നു. ആസ്തികർ ആകുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ബാബയുടെ സമ്പത്ത് നേടുവാൻ സാധിക്കുന്നത്. ചോദ്യം: പരിധിയില്ലാത്ത രാജപദം നേടുന്നതിനായി ഏത് 2 കാര്യങ്ങളിൽ പരിപൂർണ അറ്റൻഷൻ നൽകേണ്ടത് ആവശ്യമാണ്? ഉത്തരം: 1 പഠനം, 2 സർവീസ്. സർവീസിനു വേണ്ടി വളരെ നല്ല ലക്ഷണങ്ങളും ആവശ്യമാണ്. ഈ പഠനം വളരെ വണ്ടർഫുള്ളാണ്. ഇതിലൂടെ നിങ്ങൾ രാജപദം നേടുന്നു. ദ്വാപരം മുതൽ ധനം ദാനം ചെയ്യുന്നതിലൂടെ രാജപദം ലഭിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പഠനത്തിലൂടെ പ്രിൻസസ് ആകുന്നു. ഗീതം: നമ്മുടെ തീർത്ഥസ്ഥാനം വേറിട്ടതാണ്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതത്തിൻ്റെ ഒരു ലൈൻ കേട്ടു. നിങ്ങളുടെ തീർത്ഥാടനം ഇതാണ്: വീട്ടിലിരിക്കവേ നിശബ്ദമായി മുക്തിധാമത്തിലേക്ക് എത്തിച്ചേരുക എന്നത്. ലോകത്തിലെ തീർത്ഥാടനങ്ങൾ കോമൺ ആണ്, നിങ്ങളുടേത് വ്യത്യസ്തമാണ്. മനുഷ്യരുടെ ബുദ്ധിയോഗമാണെങ്കിൽ സാധു സന്യാസിമാരുടെ നേർക്ക് വളരെയധികം അലഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ കേവലം ബാബയെ മാത്രം ഓർമ്മിക്കുന്നതിൻ്റെ ഡയറക്ഷൻ ലഭിക്കുന്നു. ആ ഒന്ന് നിരാകാരനായ പിതാവാണ്. നിരാകാരനെ അംഗീകരിക്കുന്നവർ നിരാകാരി മതത്തിലേതാണ് എന്നല്ല. ലോകത്തിൽ മതമതാന്തരങ്ങൾ വളരെയധികം ഉണ്ടല്ലോ. ഈ ഒരേ ഒരു നിരാകാരി മതം നിരാകാരനായ ബാബ നൽകുന്നു. അതിലൂടെ മനുഷ്യൻ ഉയർന്നതിലും ഉയർന്ന പദവിയായ ജീവൻ മുക്തിയും നേടുന്നു. ഈ കാര്യങ്ങൾ അറിയുന്നതേയില്ല. നിരാകാരനെ അംഗീകരിക്കുന്നവരാണ് എന്ന് കേവലം പറയുക മാത്രം ചെയ്യുന്നു. അനേകാനേകം മതങ്ങളുണ്ട്. സത്യയുഗത്തിലുള്ളത് ഒരു മതമാണ്. കലിയുഗത്തിൽ അനേകം മതങ്ങളുണ്ട്, അനേകം ധർമ്മങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മതങ്ങൾ കാണും. ഓരോ വീട്ടിലും ഓരോരുത്തർക്കും തൻ്റെതായ മതമാണ്. ഇവിടെ കുട്ടികളായി നിങ്ങൾക്ക് ഒരേ ഒരു ബാബ ഉയർന്നതിലും ഉയർന്ന മതം നൽകുന്നു, ഉയർന്നതിലും ഉയർന്നത് ആക്കുന്നതിനു വേണ്ടി. നിങ്ങളുടെ ചിത്രം കണ്ട് ധാരാളം ആൾക്കാർ പറയുന്നു, ഇതെന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മുഖ്യമായ കാര്യം എന്താണ്? ഇങ്ങനെ പറയൂ, ഇത് രചയിതാവിൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിലൂടെ നമ്മൾ ആസ്തികരാകുന്നു. ആസ്തികരാകുന്നതിലൂടെ ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. നാസ്തികരാകുന്നതിലൂടെ സമ്പത്ത് പാഴാക്കി. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ തൊഴിൽ തന്നെ ഇതാണ്: നാസ്തികരെ ആസ്തികർ ആക്കുക. ഈ പരിചയം നിങ്ങൾക്ക് ബാബയിൽ നിന്നും ലഭിച്ചു. ത്രിമൂർത്തിയുടെ ചിത്രം വളരെ ക്ലിയർ ആണ്. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണർ തീർച്ചയായും വേണമല്ലോ. ബ്രാഹ്മണരിലൂടെ തന്നെയാണ് യജ്ഞം നടക്കുന്നത്. ഇത് വളരെ വലിയ യജ്ഞമാണ്. ആദ്യം ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. എല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. എല്ലാവരും ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ആ ഒന്നിനെ പിതാവ് എന്ന് പറയുന്നു. സമ്പത്തും രചയിതാവായ പിതാവിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. രചനയിൽ നിന്നും ലഭിക്കുക സാധ്യമല്ല. അതിനാൽ ഈശ്വരനെ എല്ലാവരും ഓർമ്മിക്കുന്നു. ഇപ്പോൾ ബാബ തന്നെയാണ് സ്വർഗത്തിൻ്റെ രചയിതാവ്. ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. വന്ന് ഈ കാര്യം ചെയ്യുന്നു. ത്രിമൂർത്തിയുടെ ചിത്രം വളരെ നല്ല വസ്തുവാണ്. ഇത് ബാബ, ഇത് ദാദാ. ബ്രഹ്മാവിലൂടെ ബാബ സൂര്യവംശി കുലത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു.
ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. പൂർണ്ണമായും എയിം ഓബ്ജക്റ്റ് ഉണ്ട്. അതിനാൽ ബാബ മെഡലുകളും ഉണ്ടാക്കിക്കുന്നു. ഷോർട്ടായി പറയൂ. ഷോർട്ടായി 2 വാക്കുകളിൽ താങ്കളെ മനസ്സിലാക്കിക്കുന്നു. ബാബയിൽ നിന്നും സെക്കൻഡിൽ സമ്പത്ത് ലഭിക്കേണ്ടതാണല്ലോ. ബാബ സ്വർഗത്തിൻ്റെ രചയിതാവ് തന്നെയാണ്. ഈ മെഡൽസ് വളരെ നല്ല വസ്തുവാണ്. എന്നാൽ വളരെയധികം ദേഹാഭിമാനിയായ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ഇതിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്, 1 സെക്കൻഡിൻ്റേത്. ബാബ ഭാരതത്തെ തന്നെയാണ് വന്ന് സ്വർഗമാക്കുന്നത്. പുതിയ ലോകം ബാബ തന്നെയാണ് സ്ഥാപിക്കുന്നത്. ഈ പുരുഷോത്തമ സംഗമയുഗവും പാടപ്പെട്ടിട്ടുണ്ട്. ഈ മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിൽ ഇട്ടിട്ട് വീഴേണ്ടതാണ്. ചിലർക്ക് യോഗമുണ്ടെങ്കിൽ പിന്നെ ജ്ഞാനമില്ല, ധാരണ ഉണ്ടാകുന്നില്ല. സർവീസ് ചെയ്യുന്ന കുട്ടികൾക്ക് ജ്ഞാനത്തിൻ്റെ നല്ല ധാരണ ഉണ്ടാവുക സാധ്യമാണ്. ബാബ വന്ന് മനുഷ്യനെ ദേവതയാക്കുന്നതിൻ്റെ സേവനം ചെയ്യുകയും കുട്ടികൾ ഒരു സേവനവും ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ അവർ എന്തിനു കൊള്ളാം? അവർക്ക് ഹൃദയത്തിൽ എങ്ങനെയാണ് കയറാൻ സാധിക്കുന്നത്? ബാബ പറയുന്നു, ഡ്രാമയിൽ എൻ്റെ പാർട്ട് തന്നെ രാവണ രാജ്യത്തിൽ നിന്നും എല്ലാവരെയും മോചിപ്പിക്കുന്നതിൻ്റേതാണ്. രാമരാജ്യവും രാവണരാജ്യവും ഭാരതത്തിൽ തന്നെയാണ് പാടപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ രാമൻ ആരാണ്? ഇതും അറിയുന്നില്ല. പതീത പാവനൻ, ഭക്തരുടെ ഭഗവാൻ ഒന്നാണ് എന്ന് പാടുകയും ചെയ്യുന്നു. ആദ്യം എപ്പോഴാണോ ആരെങ്കിലും ഉള്ളിൽ പ്രവേശിക്കുന്നത്, അപ്പോൾ ബാബയുടെ പരിചയം നൽകൂ. ഓരോ വ്യക്തിയെയും നോക്കി വേണം മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ. പരിധിയില്ലാത്ത ബാബ വരുന്നത് തന്നെ പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നൽകുവാനാണ്. ആ ഒന്നിന് തൻ്റേതായ ശരീരമേ ഇല്ല. അപ്പോൾ സമ്പത്ത് എങ്ങനെയാണ് നൽകുന്നത്? സ്വയം പറയുന്നു, ഞാൻ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ പഠിപ്പിച്ച് രാജയോഗം പഠിപ്പിച്ച് ഈ പദവി പ്രാപ്തമാക്കിക്കുന്നു. ഈ മെഡലിൽ സെക്കൻഡിൻ്റെ അറിവുണ്ട്. എത്ര ചെറിയ മെഡലാണ്! എന്നാൽ മനസ്സിലാക്കിക്കുന്നവർ വളരെയധികം ദേഹി അഭിമാനിയായിരിക്കേണ്ടത് ആവശ്യമാണ്. അവർ വളരെ കുറവാണ്. ഈ പ്രയത്നം ആരിൽ നിന്നും എത്തിച്ചേരുന്നില്ല. അതിനാൽ ബാബ പറയുന്നു, ചാർട്ട് വെച്ച് നോക്കൂ. മുഴുവൻ ദിവസത്തിലും നമ്മൾ എത്ര സമയം ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട്? മുഴുവൻ ദിവസവും ഓഫീസിൽ കാര്യം ചെയ്യുമ്പോഴും ഓർമ്മയിൽ ഇരിക്കണം. കർമ്മം ചെയ്യുക തന്നെ വേണം. ഇവിടെ യോഗത്തിൽ ഇരുത്തി ബാബയെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. ആ സമയത്ത് കർമ്മം ചെയ്യുന്നില്ല. നിങ്ങൾക്കാണെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ടും ഓർമ്മിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇരിക്കുന്നതിൻ്റെ ശീലം ഉണ്ടായി പോകുന്നു. കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മയിൽ ഇരിക്കുമ്പോഴാണ് കർമ്മയോഗി എന്നത് തെളിയുന്നത്. പാർട്ട് തീർച്ചയായും അഭിനയിക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. സത്യതയോടെ ചാർട്ടും ആരും എഴുതുന്നില്ല. ചിലർ എഴുതുന്നു, 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഓർമ്മയിലിരുന്നു എന്ന്. അതും രാവിലെ തന്നെയായിരിക്കും ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടാവുക. ഭക്തിമാർഗത്തിലും രാവിലെ എഴുന്നേറ്റ് രാമൻ്റെ മാലയിരുന്ന് ജപിക്കുന്നു. ആ സമയത്ത് ഒരേ ഈണത്തിൽ ഇരിക്കുന്നു എന്നുമല്ല, അല്ല, മറ്റനേകം സങ്കല്പങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. തീവ്രഭക്തരുടെ ബുദ്ധി അല്പം നിലനിൽക്കുന്നു. ഇതാണെങ്കിൽ അജപാജപമാണ്. പുതിയ കാര്യമാണല്ലോ. ഗീതയിലും മന്മനാഭവ എന്ന വാക്കുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണന്റെ നാമം നൽകുന്നതിലൂടെ ശ്രീകൃഷ്ണനെ ഓർമ്മിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. മെഡൽ തീർച്ചയായും ഒപ്പമുണ്ടാകണം. പറയൂ, ബാബ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നമ്മൾ ആ ബാബയോട് പ്രീതി വയ്ക്കുന്നു. മനുഷ്യർക്കാണെങ്കിൽ ആത്മാവിൻ്റെയും ജ്ഞാനമില്ല, പരമാത്മാവിൻ്റെയും ജ്ഞാനമില്ല. ബാബയ്ക്കല്ലാതെ ആർക്കും ഈ ജ്ഞാനം നൽകാൻ സാധിക്കില്ല. ഈ ത്രിമൂർത്തി ശിവൻ ഏറ്റവും മുഖ്യമാണ്. ബാബയും സമ്പത്തും.
ഈ ചക്രത്തെ മനസ്സിലാക്കുന്നത് വളരെ സഹജമാണ്. എക്സിബിഷനിലൂടെയും ലക്ഷക്കണക്കിന് പ്രജകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുവല്ലോ. രാജാക്കന്മാർ കുറച്ചേ ഉള്ളൂ. അവരുടെ പ്രജയാണെങ്കിൽ കോടിക്കണക്കിന് സംഖ്യയിൽ ഉണ്ടായിരിക്കും. പ്രജകൾ അനേകമുണ്ടാകുന്നു. പിന്നെ രാജാവാക്കി മാറ്റുന്നതിനായി പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ആര് കൂടുതൽ സർവീസ് ചെയ്യുന്നുവോ അവർ തീർച്ചയായും ഉയർന്ന പദവി നേടും. ചില കുട്ടികൾക്ക് സർവീസിൻ്റെ വളരെയധികം താല്പര്യമുണ്ട്. അവർ പറയുന്നു, ജോലി ഉപേക്ഷിക്കട്ടെ, കഴിക്കാനുള്ള വകയുണ്ട്. ബാബയുടേതായി മാറിയെങ്കിൽ ശിവബാബയുടെ തന്നെ പരിപാലനം എടുക്കും. എന്നാൽ ബാബ പറയുന്നു, ഞാൻ വാനപ്രസ്ഥത്തിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. മാതാക്കളും ചെറുപ്പമാണെങ്കിൽ വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് 2 സർവീസും ചെയ്യണം. ബാബ ഓരോരുത്തരുടെയും സർക്കംസ്റ്റൻസ് നോക്കി നിർദ്ദേശം നൽകുന്നു. വിവാഹത്തിനും മറ്റും വേണ്ടി അലൗ ചെയ്യാതിരുന്നാൽ കോലാഹലങ്ങൾ ഉണ്ടാകാം. അതിനാൽ ഓരോരുത്തരുടെയും കണക്കുകൾ നോക്കി നിർദ്ദേശം നൽകുന്നു. കുമാറാണെങ്കിൽ പറയും, നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ സാധിക്കും. സർവീസ് ചെയ്ത് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടൂ. മറ്റേ പിതാവിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? പൊടിപടലങ്ങൾ. അതെല്ലാം മണ്ണിനോട് ചേരേണ്ടതുണ്ട്. ദിനം പ്രതിദിനം സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. ചിലർ വിചാരിക്കുന്നു കുട്ടികൾ നമ്മുടെ ധനസമ്പത്തുകളുടെ അവകാശിയാകും എന്ന്. പക്ഷേ ബാബ പറയുന്നു, ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. മുഴുവൻ ധനസമ്പത്തുകളും ചാരത്തിൽ ചേരും. അവർ വിചാരിക്കുന്നു പിന്നീടുള്ളവർ കഴിക്കും എന്ന്, അതായത് അനുഭവിക്കും എന്ന്. ധനവാന്റെ ധനം ഇല്ലാതാകുന്നതിന് കാലതാമസം എടുക്കുന്നില്ല. മൃത്യു മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യുന്നു. ആർക്കും സമ്പത്തെടുക്കുവാൻ സാധിക്കില്ല. പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. അധികം സർവീസ് ചെയ്യുന്നവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. അവരുടെ റിഗാർഡും വെക്കേണ്ടത് ആവശ്യമാണ്. ഇവരിൽ നിന്നും പഠിക്കണം. 21 ജന്മത്തേക്ക് റിഗാർഡ് വെക്കേണ്ടി വരും. ഓട്ടോമാറ്റിക്കായി തീർച്ചയായും അവർ ഉയർന്ന പദവി നേടും. അപ്പോൾ റിഗാർഡ് പലയിടങ്ങളിലും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. സ്വയവും മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് ലഭിച്ചോ അത് നല്ലത് എന്നതിൽ മാത്രം സന്തോഷിക്കുന്നു. പരിധിയില്ലാത്ത രാജപദത്തിനു വേണ്ടി പഠനത്തിലും സർവീസിലും പൂർണ്ണ അറ്റൻഷൻ ആവശ്യമാണ്. ഇത് പരിധിയില്ലാത്ത പഠനമാണ്. ഈ രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുകയാണല്ലോ. ഈ പഠനത്തിലൂടെ ഇവിടെ നിങ്ങൾ പഠിച്ച് പ്രിൻസ് ആകുന്നു. ഏതെങ്കിലും മനുഷ്യൻ ധനം ദാനം ചെയ്യുകയാണെങ്കിൽ അവർ രാജാവിൻ്റെ അടുത്തോ ധനികൻ്റെ അടുത്തോ ജന്മമെടുക്കുന്നു. പക്ഷേ അത് അല്പകാലത്തെ സുഖമാണ്. ഈ പഠനത്തിൽ വളരെയധികം അറ്റൻഷൻ നൽകേണ്ടത് ആവശ്യമാണ്. സർവീസിൻ്റെ ചിന്ത ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ നമ്മുടെ ഗ്രാമത്തിൽ പോയി സർവീസ് ചെയ്യട്ടെ. വളരെ പേരുടെ മംഗളമുണ്ടാകും. ബാബയ്ക്കറിയാം, സർവീസിൻ്റെ താല്പര്യം ഇതുവരെയും ആരിലുമില്ല. നല്ല ലക്ഷണങ്ങളും വേണമല്ലോ. ഡിസർവീസ് ചെയ്ത് യജ്ഞത്തിന് കൂടുതൽ ദുഷ്പേരുണ്ടാക്കുകയും തൻ്റെ തന്നെ നഷ്ടമുണ്ടാക്കുകയും ചെയ്യുക എന്നത് പാടില്ല. ബാബ ഓരോ കാര്യത്തിനു വേണ്ടിയും നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. മെഡൽസിൻ്റെയും മറ്റും കാര്യത്തെക്കുറിച്ച് എത്ര ചിന്തയുണ്ട്. പിന്നെ മനസ്സിലാക്കുന്നു ഡ്രാമയനുസരിച്ച് കാലതാമസം ഉണ്ടാകുന്നു. ഈ ലക്ഷ്മി നാരായണൻ്റെ ട്രാൻസ്ലൈറ്റ് ചിത്രവും ഫസ്റ്റ് ക്ലാസ് ആണ്. പക്ഷേ കുട്ടികളിൽ ഇന്ന് ബൃഹസ്പതി ദശയാണെങ്കിൽ നാളെ രാഹുവിൻ്റെ ദശ ഉണ്ടാകുന്നു. ഡ്രാമയിൽ സാക്ഷിയായി പാർട്ട് നോക്കേണ്ടതുണ്ട്. ഉയർന്ന പദവി നേടുന്നവർ വളരെ കുറവായിരിക്കും. ഗ്രഹപ്പിഴയും മാറിയേക്കാം. ഗ്രഹപ്പിഴ മാറുമ്പോൾ പിന്നെ ജമ്പ് ചെയ്യുന്നു. പുരുഷാർത്ഥം ചെയ്ത് തൻ്റെ ജീവിതം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ കൽപ്പകൽപ്പാന്തരങ്ങളിലേക്ക് സത്യനാശം ഉണ്ടാകും.
കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഗ്രഹപ്പിഴ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കും. ശ്രീമത്ത് അനുസരിച്ച് നടക്കുകയില്ലെങ്കിൽ പദവിയും ലഭിക്കില്ല. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാന്റെ ശ്രീമത്. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ചിത്രം വളരെ നന്നായി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് പറയും. നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം, മുഴുവൻ സൃഷ്ടിയുടെയും ചക്രം ബുദ്ധിയിൽ വരും. നിങ്ങൾ നോളജ്ഫുൾ ആകുന്നു, നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. ബാബയ്ക്കാണെങ്കിൽ ഈ ചിത്രം കണ്ട് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. സ്റ്റുഡൻറ്റിന് നമ്മൾ പഠിച്ച് ഇതാകുന്നു എന്ന സന്തോഷം ഉണ്ടാകേണ്ടതാണല്ലോ. പഠനത്തിലൂടെ തന്നെയാണ് ഉയർന്ന പദവി ലഭിക്കുന്നത്. എന്ത് ഭാഗ്യത്തിൽ ഉണ്ടാകുമോ എന്നത് പാടില്ല. പുരുഷാർത്ഥത്തിലൂടെ തന്നെയാണ് പ്രാപ്തി ലഭിക്കുന്നത്. പുരുഷാർത്ഥം ചെയ്യിക്കുന്ന ബാബയെ ലഭിച്ചിരിക്കുകയാണ്. ആ ഒന്നിൻ്റെ ശ്രീമത്തനുസരിച്ച് നടക്കുകയില്ലെങ്കിൽ മോശമായ ഗതി ഉണ്ടാകും. ആദ്യം ആർക്കും ഈ മെഡൽസിൻ്റെ മേൽ മനസ്സിലാക്കിച്ചു കൊടുക്കൂ. പിന്നെ ആര് യോഗ്യരായിരിക്കുമോ അവർ ഉടൻ പറയും, നമുക്ക് ഇത് ലഭിക്കുക സാധ്യമാണോ? അതെ, എന്തുകൊണ്ടില്ല? ആര് ഈ ധർമ്മത്തിലേതായിരിക്കുമോ അവർക്ക് അമ്പ് തറയും. അവരുടെ മംഗളം ഉണ്ടാവുക സാധ്യമാണ്. ബാബ സെക്കൻഡിൽ ഉള്ളം കയ്യിൽ സ്വർഗം നൽകുന്നു. ഇതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ശിവന്റെ ഭക്തർക്ക് ഈ ജ്ഞാനം നൽകൂ. പറയൂ, ശിവ് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ രാജാക്കന്മാരുടെയും രാജാവായി മാറും. ഇത്രമാത്രം. മുഴുവൻ ദിവസവും ഈ സർവീസ് ചെയ്യൂ. വിശേഷിച്ച് ബനാറസിൽ ശിവന്റെ ക്ഷേത്രം വളരെയധികമുണ്ട്. അവിടെ നല്ല സർവീസ് സാധ്യമാണ്. ആരെങ്കിലുമൊക്കെ വരും. വളരെ ഈസി സർവീസാണ്. ആരെങ്കിലും ചെയ്തു നോക്കൂ. ഭക്ഷണം ലഭിക്കുക തന്നെ ചെയ്യും. സർവീസ് ചെയ്തു നോക്കൂ. സെൻറ്റർ അവിടെയുണ്ട്. രാവിലെ ക്ഷേത്രത്തിൽ പോകൂ, രാത്രി മടങ്ങി വരൂ. സെൻറ്റർ ഉണ്ടാക്കൂ. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ശിവന്റെ ക്ഷേത്രത്തിൽ സർവീസ് ചെയ്യുവാൻ സാധിക്കും. ഉയർന്നതിലും ഉയർന്നത് തന്നെയാണ് ശിവന്റെ ക്ഷേത്രം. ബോംബെയിൽ ബബിൾനാഥന്റെ ക്ഷേത്രമുണ്ട്. മുഴുവൻ ദിവസവും അവിടെ പോയി സർവീസ് ചെയ്ത് വളരെ പേരുടെ മംഗളം ചെയ്യുവാൻ സാധിക്കും. ഈ മെഡൽ തന്നെ ധാരാളമാണ്. ട്രയൽ ചെയ്തു നോക്കൂ. ബാബ പറയുന്നു, ഈ മെഡൽസ് ലക്ഷമല്ല 10 ലക്ഷം ഉണ്ടാക്കൂ. വൃദ്ധർക്ക് വളരെ നല്ല സർവീസ് ചെയ്യാൻ സാധിക്കും. അനേകം പ്രജകൾ തയ്യാറാകും. ബാബ കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഇത്രമാത്രം. മന്മനാഭവ എന്ന വാക്ക് മറന്നുപോയി. ഭഗവാൻ വാചയാണല്ലോ. ശിവ് ബാബ ശ്രീകൃഷ്ണനും ഈ പദവി പ്രാപ്തമാക്കിക്കുന്നു. പിന്നെ തിക്കും തിരക്കും കൊള്ളേണ്ട എന്താവശ്യം? ബാബ പറയുന്നു, കേവലം എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് ശിവക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കും. സർവീസിൻ്റെ സഫലതയ്ക്ക് വേണ്ടി ദേഹി അഭിമാനി അവസ്ഥയിൽ സ്ഥിതി ചെയ്ത് സർവീസ് ചെയ്യൂ. ഹൃദയം ശുദ്ധമാണെങ്കിൽ ആഗ്രഹം സഫലമാകും. ബനാറസിന് വേണ്ടി ബാബ വിശേഷിച്ച് നിർദ്ദേശം നൽകുന്നു. അവിടെ വാനപ്രസ്ഥികളുടെ ആശ്രമവുമുണ്ട്. പറയൂ, നമ്മൾ ബ്രഹ്മാവിൻ്റെ കുട്ടികൾ ബ്രാഹ്മണരാണ്. ബാബ ബ്രഹ്മാവിലൂടെ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. മറ്റൊരു ഉപായവുമില്ല. രാവിലെ മുതൽ രാത്രി വരെ ശിവന്റെ ക്ഷേത്രത്തിലിരുന്ന് സർവീസ് ചെയ്യൂ. ട്രൈ ചെയ്തു നോക്കൂ. ശിവ് ബാബ സ്വയം പറയുന്നു, നമ്മുടെ ക്ഷേത്രത്തിൽ വളരെ പേരുണ്ട്. നിങ്ങളെ ആരും ഒന്നും പറയുകയില്ല. കൂടുതൽ സന്തോഷമുണ്ടാകും. ഇവർ ശിവ് ബാബയുടെ വളരെയധികം മഹിമ ചെയ്യുന്നു. ഇങ്ങനെ പറയൂ, ഇത് ബ്രഹ്മാവാണ്, ഇത് ബ്രാഹ്മണനാണ്, ഇത് ദേവതയല്ല. ഇദ്ദേഹവും ശിവ് ബാബയെ ഓർമ്മിച്ച് ഈ പദവി നേടുന്നു. ഇദ്ദേഹത്തിലൂടെ ശിവ് ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. എത്ര ഈസിയാണ്. വൃദ്ധരെ ആരും ഇൻസൾട്ട് ചെയ്യുകയില്ല.
ബനാറസിൽ ഇപ്പോൾ വരെയും ഇത്രയും സർവീസ് ഉണ്ടായില്ല. മെഡൽ അഥവാ ചിത്രങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ആരെങ്കിലും ദരിദ്രനാണെങ്കിൽ പറയൂ, നിങ്ങൾക്ക് ഫ്രീ ആയി നൽകുകയാണ്. ധനികരാണെങ്കിൽ പറയൂ, നിങ്ങൾ നൽകുകയാണെങ്കിൽ വളരെ പേരുടെ മംഗളത്തിനു വേണ്ടി ഇനിയും അച്ചടിക്കും. അപ്പോൾ നിങ്ങളുടെയും മംഗളമുണ്ടാകും. നിങ്ങളുടെ ഈ തൊഴിൽ ഏറ്റവും തീവ്രമാകും. ആരെങ്കിലും ട്രയൽ ചെയ്ത് നോക്കൂ. ശരി. മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനം ജീവിതത്തിൽ ധാരണ ചെയ്ത് പിന്നെ സർവീസ് ചെയ്യണം. ആര് അധികം സർവീസ് ചെയ്യുന്നുവോ, നല്ല ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നുവോ, അവരോട് തീർച്ചയായും റിഗാർഡും വയ്ക്കണം. കർമ്മം ചെയ്തുകൊണ്ട് ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ ശീലം ഉണ്ടാക്കണം. സർവീസിൻ്റെ സഫലതയ്ക്ക് വേണ്ടി തൻ്റെ അവസ്ഥ ദേഹി അഭിമാനിയാക്കണം. ഹൃദയം ശുദ്ധമാക്കി വയ്ക്കണം. വരദാനം: സർവ സമസ്യകളുടെയും വിട പറയലിൻ്റെ ചടങ്ങ് ആഘോഷിക്കുന്ന പരിഹാര സ്വരൂപമായി ഭവിക്കട്ടെ. പരിഹാര സ്വരൂപ ആത്മാക്കളുടെ മാല തയ്യാറാകുന്നത് താങ്കൾ തൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. സമ്പൂർണ്ണ സ്ഥിതിയിൽ സമസ്യകളെ കുട്ടിക്കാലത്തെ കളിയായി അനുഭവപ്പെടും, അതായത് സമാപ്തമാകുന്നു. ബ്രഹ്മബാബയുടെ മുന്നിൽ അഥവാ ഏതെങ്കിലും കുട്ടി സമസ്യയും കൊണ്ട് വരുമായിരുന്നപ്പോൾ സമസ്യയുടെ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം പോലും ഉണ്ടാകുമായിരുന്നില്ല. ആ കാര്യങ്ങളെ മറന്നു പോകുമായിരുന്നു. ഇതേപോലെ കുട്ടികളായ താങ്കളും പരിഹാര സ്വരൂപം ആകൂ. അപ്പോൾ പകുതി കൽപ്പത്തേക്ക് സമസ്യകളുടെ വിട പറയൽ ചടങ്ങ് ഉണ്ടാകട്ടെ. വിശ്വത്തിൻ്റെ സമസ്യകളുടെ പരിഹാരം തന്നെയാണ് പരിവർത്തനം. സ്ലോഗൻ: ആരാണോ സദാ ജ്ഞാനം സ്മരിക്കുന്നത് അവർ മായയുടെ ആകർഷണത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. തൻ്റെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് സാക്ഷിയായി സർവ പാർട്ടും കാണുമ്പോഴും സകാശ്, അതായത് സഹയോഗം നൽകൂ. കാരണം താങ്കൾ സർവരുടെയും മംഗളത്തിന് നിമിത്തമാണ്. ഈ സകാശ് നൽകൽ തന്നെയാണ് നിറവേറ്റൽ. അതിനാൽ ഉയർന്ന സ്റ്റേജിൽ സ്ഥിതി ചെയ്ത് സകാശ് നൽകൂ. വാണിയുടെ സേവനത്തോടൊപ്പം മനസ്സ ശുഭഭാവനകളുടെ വൃത്തിയിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം: സ്ഥൂലമായും സൂക്ഷ്മമായും ഏകാന്തമായിരുന്ന് ഞാൻ അന്തർമുഖി ആവുകയാണ്. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബയുടെ സർവശ്രേഷ്ഠ ഖജനാവുകളുടെ അധികാരിയായ ആത്മാവാണ് ഞാൻ. ഈ അധികാരത്തിൻ്റെ ലഹരിയിലും സന്തോഷത്തിലും ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സന്തോഷവും ലഹരിയും എന്നെ അധീനതകളിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. ഈ വ്യക്തലോകത്തിൽ ഞാൻ അതിഥിയായി വന്നിരിക്കുകയാണ്. ഈ സ്മൃതിയുടെ സ്വരൂപമായി
മാറുമ്പോൾ ഞാൻ വ്യക്തഭാവത്തിനും ഉപരി അവ്യക്തസ്ഥിതി അനുഭവിക്കുന്നു. ഈ അവ്യക്ത സ്ഥിതിയിലിരിക്കുമ്പോൾ എനിക്ക് അവ്യക്ത വാഗ്ദാതയുമായി കൂടിക്കാഴ്ച നടക്കട്ടെ എന്ന സങ്കല്പം വരും. അവ്യക്ത ശരീരധാരിയായി ഞാൻ അവ്യക്ത ദേശത്ത് എത്തിച്ചേരുന്നു. ഈ പ്രകാശമയ ലോകത്തിൽ ജ്ഞാനസൂര്യൻ്റെയും സമ്പൂർണ്ണ ബ്രഹ്മാവിൻ്റെയും സംയുക്ത രൂപമായ ബാപ്ദാദയുടെ സാമീപ്യം ഞാൻ ദിവ്യബുദ്ധിയുടെ ആധാരത്തിൽ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മലോകത്തിൽ ഈ സൂക്ഷ്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവ്യക്ത ബാപ്ദാദയുടെ അലൗകിക സ്നേഹത്തിൻ്റെയും വരദാനങ്ങളുടെയും ദൃഷ്ടി എന്നിൽ പതിയുമ്പോൾ ആ അലൗകികമായ സ്നേഹത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും അനുഭവത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ഈ അലൗകിക അവ്യക്ത കൂടിക്കാഴ്ച എത്ര ദിവ്യവും സുഖദായകവുമാണ്. മനസ്സിൻ്റെ വൃത്തി കൊണ്ടും അവ്യക്ത ദൃഷ്ടി കൊണ്ടും വിശ്വസേവനം ചെയ്യാനുള്ള പ്രേരണാദായകമായ ദൃഷ്ടി ബാപ്ദാദ എനിക്ക് തരുന്നു. ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഞാൻ വ്യക്തലോകത്തിലെ ഒരു അലൗകിക നക്ഷത്രമായി അവ്യക്ത ഫരിഷ്തയായി ശുദ്ധ വൃത്തിയിലൂടെയും ശുഭ ദൃഷ്ടിയിലൂടെയും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും ഈശ്വരീയ ഗുണങ്ങളുടെയും കിരണങ്ങൾ വിശ്വമാകെ വ്യാപിപ്പിക്കും.